ഹലോ നമസ്കാരം, രഞ്ജിത്ത്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള 3 ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഏറ്റവും ആദ്യത്തെ ബിസിനസ് ഓപ്പർച്യൂണിറ്റി സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റുകളാണ്. സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് അഥവാ സാസ് മോഡലിൽ കൊടുക്കുന്ന ബിസിനസ് ഓപ്പർച്യൂണിറ്റീസിന് വലിയ മാർജിൻസ് ആണ്. പലപ്പോഴും 100% മാർജിൻസ് നിങ്ങൾക്ക് തരാൻ സാധിക്കുന്ന തരത്തിൽ നിങ്ങൾക്ക് ഇത്തരത്തിലൊരു പ്രൊഡക്റ്റോ ഒരു സർവീസോ ഉണ്ടാക്കി നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് വലിയ സാധ്യതയാണ്. പ്രത്യേകിച്ചും IT രംഗത്തുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം. ഒറ്റ പ്രശ്നം ഇതിൻ്റെ മാർക്കറ്റിംഗ് സൈഡാണ്. മാർക്കറ്റിംഗ് വളരെ സ്പെസിഫിക് ആയിട്ട് ചെയ്യുകയും വളരെ നല്ല നെറ്റ്വർക്ക് നിങ്ങൾ ബിൽഡ് ചെയ്യുകയും ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഒരു ബിസിനസ് വളർത്തിക്കൊണ്ടുവരാൻ സാധ്യമല്ല. അതിൽ ഏറ്റവും പ്രധാനം നിങ്ങൾ ഒരു കൃത്യമായിട്ടുള്ള വാല്യൂ പ്രൊപ്പോസിഷൻ ഉണ്ടാക്കുകയും കൃത്യമായിട്ടുള്ള ഏതെങ്കിലും ഒരു റിയൽ പെയിനെ അഡ്രസ്സ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഒരുപാട് പ്രൊജക്ട് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയറുകൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം. ട്രെല്ലോ, അസാന, ക്ലിക്കപ്പ് എന്നൊക്കെ പറയുന്ന ഇഷ്ടംപോലെ പ്രൊജക്ട് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയറുകളുണ്ട്. ഇതിനകത്ത് ഓൾറെഡി ഉള്ള പ്രൊജക്ട് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയറുകളിൽ നിന്ന് കുറച്ചുകൂടി എളുപ്പത്തിലുള്ള, കുറച്ചുകൂടി യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള, കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള UI ഉള്ള ഇത്തരത്തിലൊക്കെ എന്തെങ്കിലും ബെനിഫിറ്റുകളുള്ള പുതിയ പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ സർവീസുകൾ കൊണ്ടുവരുമ്പോൾ ഒരു സംശയം വേണ്ട, വലിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് മാർക്കറ്റിൽ ചലനങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. ഇത്തരത്തിൽ ചലനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് നിങ്ങളൊരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ, സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് സാസ് മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മാർജിൻസ് നിങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. രണ്ടാമത്തത് ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ബിസിനസ് ആശയമാണ്. എങ്കിൽ പോലും ഇപ്പോൾ ഞാൻ കഴിഞ്ഞ തവണ കാൻറ്റൺ ഫെയറിന് പോയപ്പോൾ ഞാൻ കാൻറ്റൺ ഫെയറിന് അപ്പുറത്ത് മറ്റൊരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഫെയർ നടക്കുന്നുണ്ടായിരുന്നു. അത് ഓർണമെൻറ്റ്സിൻ്റെ ഫെയർ ആയിരുന്നു. അത് സ്ത്രീകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വിവിധ തരത്തിലുള്ള പലതരത്തിലുള്ള മെറ്റലുകൾ ഉപയോഗിച്ചിട്ടുള്ള ഓർണമെൻറ്റ്സ്. ഈ ഓർണമെൻറ്റ്സ് ചൈനയിൽ നിന്ന് ലഭിക്കുന്നത് വളരെ ചുരുങ്ങിയ ചെലവിലാണ്. പലപ്പോഴും കേരളത്തിൽ ഓർണമെൻറ്റ്സിന്, ഇത്തരത്തിലുള്ള ഓർണമെൻറ്റ്സിന് ബ്രാൻഡുകൾ കുറവാണ്. വളരെ പ്രീമിയമായിട്ടുള്ള ബ്രാൻഡുകൾ നിങ്ങൾക്ക് ഇതിനകത്ത് എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കാൻ സാധിക്കുകയാണെങ്കിൽ, വളരെ ക്വാളിറ്റിയുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള വെറൈറ്റിയുള്ള ഡിസൈൻസിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ യാതൊരു സംശയവും വേണ്ട, ഈ ഓർണമെൻറ്റ്സ് എന്ന് പറയുന്ന സെഗ്മെൻറ്റ് വളരെ വലിയൊരു സെഗ്മെൻറ്റാണ്. അത്യാവശ്യം വളരെ വലിയ പ്രോഫിറ്റ് മാർജിൻ, ഒരുപക്ഷെ 100%-ലധികം പ്രോഫിറ്റ് മാർജിൻ നിങ്ങൾക്ക് തരാൻ സാധിക്കുന്ന ഒരു സംഭവം കൂടിയാണ്. അപ്പോൾ സാധാരണ ഒരു ട്രഡീഷണൽ ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസി ആയിട്ട് എൻ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ് ആക്സസറീസ്, ഓർണമെൻറ്റ്സ് എന്നൊക്കെ പറയുന്ന ഭാഗങ്ങൾ. ഇതിപ്പോൾ സ്ത്രീകൾക്ക് മാത്രമല്ല, ഇന്ന് പുരുഷന്മാരുടെ ഓർണമെൻറ്റ്സിലും ആക്സസറീസിലും ഒക്കെ വലിയ മാറ്റങ്ങളും മാർക്കറ്റ് സൈസിൽ ഭയങ്കര ഇൻക്രിമെൻറ്റും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇതും വലിയ ഒരു ആശയം തന്നെയാണ്. മൂന്നാമത്തെ ആശയം റോബോട്ടിക് ടോയ്സ് ആണ്. റോബോട്ടിക് ടോയ്സിന് വലിയ പ്രചാരമാണ് പ്രത്യേകിച്ചും ചൈന, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ളത്. അതിന് കാരണം അവിടെ റോബോട്ടിക്സിലുള്ള പുതിയ ഗവേഷണങ്ങളും ഇന്നവേഷൻസും ഒക്കെയാണ്. ഞാൻ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി എനിക്ക് തോന്നിയത് ജപ്പാനിൽ ടൊയോട്ടയുടെ മ്യൂസിയത്തിൽ പോയപ്പോഴാണ്. ടൊയോട്ട മ്യൂസിയത്തിൽ നിന്ന് തിരിച്ചിറങ്ങുന്ന വഴിക്ക് അവിടെ ഈ റോബോട്ടിക്സിന് വേണ്ടി മാത്രമായിട്ട് ഒരു പെർട്ടിക്കുലർ ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെയുള്ള ഓൾമോസ്റ്റ് എല്ലാ ടോയ്സും റോബോട്ടിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ടോയ്സ് ആയിരുന്നു. അവിടെ നിന്ന് 2-3 ടോയ്കൾ എനിക്ക് മേടിക്കാൻ സാധിച്ചു. ഈ ടോയ്സ് മേടിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു നേരെ കൊണ്ടുവരുന്നു, ഇത് ഇവിടെ വന്ന് അങ്ങ് കുട്ടികൾക്ക് കൊടുക്കാം, അവർ വളരെ ഹാപ്പി ആവും. പക്ഷേ അത് പിന്നീട് അഴിച്ചു നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതിൻ്റെ കോമ്പനൻസ് ആണ് അതിനകത്തുള്ളത്. അപ്പോൾ അത് അസംബിൾഡ് അല്ല, അത് ഇവിടെ വന്നിട്ട് നമ്മൾ അസംബിൾ ചെയ്യണം. അപ്പോൾ ഈ അസംബിൾ ചെയ്യുന്ന പ്രോസസ്സ് തന്നെ കുറച്ച് ഹെർക്കൂലിയൻ ആയിട്ടുള്ള പ്രോസസ്സാണ്. അവർ കംപ്ലീറ്റ് മാനുവലൊക്കെ തരുന്നുണ്ട്. പക്ഷേ അസംബിൾ ചെയ്തെടുത്ത് കഴിയുമ്പോൾ 2 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ കൃത്യമായിട്ട് അത് പഠിക്കാൻ സാധിക്കും. കുട്ടികൾക്ക് അതൊരു വലിയ ഒരു സ്റ്റഡി മെറ്റീരിയലാണ്. ഒപ്പം തന്നെ അത് നമുക്ക് തരുന്നൊരു എക്സൈറ്റ്മെൻറ്റ് വളരെ വലുതാണ്. മാത്രമല്ല ഒരു ഹൈ ക്ലാസ് റോബോട്ടിനെ പോലെ തന്നെ പെരുമാറുന്ന ഒരു സാധനം കൂടിയാണത്. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആക്ച്വലി ഇവിടെ ഉണ്ടെങ്കിൽ പോലും ഇതിനെ കൃത്യമായി മാർക്കറ്റ് ചെയ്യാനോ ഒരു ബ്രാൻഡിലേക്ക് കൊണ്ടുവരാനോ നമുക്ക് സാധിച്ചിട്ടില്ല. ഇതൊരു പ്രീമിയം ലെവലിൽ കുട്ടികൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ് ആയിട്ടും ടോയ്സ് ആയിട്ടും ഇൻഫോർടൈൻമെൻറ്റ് പർപ്പസിനും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് റോബോട്ടിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ടോയ്സിനും സ്റ്റഡി മെറ്റീരിയൽസിനുമുള്ള സാധ്യതകൾ ഓരോ നിമിഷവും അനുദിനം വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ ഞാൻ 3 എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള മേഖലകളിലുള്ള കാര്യങ്ങളാണെന്ന് പറഞ്ഞത്. ഒന്ന് സാസ് പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുക, മറ്റൊന്ന് ട്രഡീഷണൽ ആയിട്ടുള്ള ബിസിനസ്സാണ്, ജ്വല്ലറികളിൽ തന്നെ കൃത്യമായിട്ടുള്ളൊരു ബ്രാൻഡ് ഉണ്ടാക്കി പ്രീമിയം പൊസിഷനിങ്ങിൽ വിൽക്കുക. മറ്റൊന്ന് കുറച്ചുകൂടി ടെക്നോളജി ഓറിയൻറ്റഡ് ആയിട്ടുള്ള റോബോട്ടിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ടോയ്സും സ്റ്റഡി മെറ്റീരിയൽസും ഉണ്ടാക്കുക. ഈ 3 എണ്ണത്തിനും വലിയ സാധ്യതയുണ്ട്. ഒരു കാര്യം കൂടി അടിവരയിട്ട് പറഞ്ഞോട്ടെ, ഏത് ബിസിനസ് തുടങ്ങുമ്പോഴും ഏറ്റവും പ്രധാനം ഇത് കൃത്യമായി മാർക്കറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കറ്റിങ്ങിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും തരത്തിൽ കോംപ്രമൈസ് നിങ്ങൾ ചെയ്താൽ ഈ ഒരു പരിപാടിയും വിജയിക്കുന്നതല്ല എന്നുള്ളത് ഞാൻ ഉറപ്പിച്ച് പറയാം. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ടുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുമായിട്ട് കൃത്യമായിട്ടുള്ളൊരു ബിസിനസ് പ്ലാനുമായിട്ട് ഇറങ്ങുകയാണെങ്കിൽ ഉറപ്പായിട്ടും വിജയിപ്പിച്ചെടുക്കാവുന്ന സ്ട്രാറ്റജീസാണിത്. പല നമ്മളുടെ ക്ലയൻസിനും ഇത്തരത്തിലുള്ള സ്ട്രാറ്റജീസ് നമ്മൾ സജസ്റ്റ് ചെയ്യുകയും അവരുടെ കൂടെ നിന്ന് തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ സീരിയസ് ആയിട്ട് ഈ ബിസിനസ്സിനെ അപ്രോച്ച് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആളുകൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം. ഓൾ ദ ബെസ്റ്റ്.